LDFിൽ നിന്ന് പുറത്തുപോയി UDFുമായി ചേർന്ന് സതീശനോടൊപ്പം തോളിൽ കൈയിട്ട് പ്രവർത്തിച്ച PV അൻവർ ഇപ്പോൾ സതീശനും PV അൻവറും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. സതീശൻ്റെ താൻ പ്രമാണിത്തം കോൺഗ്രസിൽ ഏകാധിപത്യം കൊണ്ടുവന്നതെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സതീശൻ്റെ പിടിവാശിക്ക് മുന്നിൽ അൻവറിൻ്റെ UDF പ്രവേശനം കീറാമുട്ടിയായി നിൽക്കുക എന്ന സമയത്താണ് അൻവർ പറയുന്നത്, ഞാൻ ഇനി UDFിലേക്കേ ഇല്ല, സതീശൻ എന്നെ ചവിട്ടുന്നു, താക്കുന്നു, കുത്തുന്നു, കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കിടന്ന് നിലവിളിക്കുന്നത്. എന്നാൽ മറ്റ് കോൺഗ്രസ് നേതാക്കളോ UDF നേതാക്കളോ ആവട്ടെ, അൻവർ തങ്ങളുടെ കൂടെ വേണം, എന്നാലേ എങ്ങനെയെങ്കിലും ജയിക്കാൻ സാധിക്കാനുള്ള ശ്രമം നടത്താൻ കഴിയുള്ളൂ എന്നുള്ള നിലയിലാണ് അവർ നടക്കുന്നത്. അപ്പോഴും സതീശൻ ഞാൻ ഒരു നിലപാടെടുക്കുന്നവനാണ്, ഞാനൊരു സംഭവമാണ്, ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാൻ എന്ന നിലയിൽ സതീശൻ കടുംപിടുത്തം പിടിച്ചതുപോലെ ജനങ്ങളോട് കാണിക്കുന്നത്. സതീശൻ്റെ ഈ കുബുദ്ധി ടീമിൽ നിന്നും ഏറ്റവും വലിയ കുബുദ്ധിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷവും പാതിരാത്രി ആരും അറിയാതെ അൻവറിൻ്റെ കാല് നക്കാൻ വിട്ട കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. UDF വാതിൽ കൊട്ടിയടിച്ചു എന്ന് പറഞ്ഞിട്ടും തൻ്റെ കുബുദ്ധി ടീമിലെ അംഗമായ രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞു വിട്ട സതീശൻ ഇത് പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ സംഗതി അൻവറിൻ്റെ കൂടാരത്തിൽ നിന്ന് തന്നെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം സതീശൻ്റെ വ്യാജ നിലപാട്, സതീശൻ്റെ തള്ള് പുറത്തായിരിക്കുകയാണ്. ഒരിടത്ത് ഡോറ് കൊട്ടിയടക്കുക, മറ്റൊരിടത്ത് കുബുദ്ധി ടീമിലെ ഏറ്റവും കുബുദ്ധിയായ വ്യാജനെ വിട്ട് കാല് നക്കിക്കുക. എന്താണ് സതീശ ഈ കാണുന്നത്? എന്താണ് ഈ ചെയ്യുന്നത്? ജനങ്ങൾ നിങ്ങളെ നേരാവണ്ണം മനസ്സിലാക്കിയതാണ് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങളൊരു കടുംവെട്ട് വ്യാജനാണ് എന്നുള്ളത്. യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു നിലപാടാണ് എന്ന് പറഞ്ഞ് അഭിനയിക്കുക, എന്നിട്ട് പാതിരാത്രി കുബുദ്ധി ടീമിലെ ഒരുത്തനെ വിട്ട് കാല് നക്കിക്കുക. നാണമുണ്ടോ സതീശ? ഇതെല്ലാം പിടികൂടി കഴിഞ്ഞപ്പം സതീശൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് സതീശൻ പറയുന്നതും ഇതിൽ നിന്ന് സതീശൻ ഊർന്നിറങ്ങി നൈസായി സ്കൂട്ടാവാനുള്ള സതീശന്റെ ശ്രമവും നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് മറുപടി പറയാം. ഇല്ല എന്നാണ് PV അൻവർ പറഞ്ഞത്. ആ PV അൻവറിനെ ഇന്നലെ രാത്രി ആരും അറിയാത്തൊരു സമയത്ത് താങ്കളുടെ നിയമസഭാ കക്ഷിയിൽപ്പെട്ട ഒരു MLA പോയി കാണുകയാണ്, രാഹുൽ മാങ്കൂട്ടം. UDF നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. ആ വാതിൽ ഞങ്ങൾ അടച്ചു, ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു. ഇനി ചർച്ചയില്ല. ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുത്തത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കേണ്ടത് ഞാനല്ല. പോകാൻ പാടില്ല. UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്, മറ്റേ സംഘടനാപരമായിട്ടല്ല. അവനോട് എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു. അത് അയാൾ തന്നെ പോയി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ ക്ലോസ്ഡ്, ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. എന്നോട് ചുമതലപ്പെടുത്തിയാണ്, ഞാൻ ആ വാതിൽ അടച്ചു ഇന്നലെ. ഇനി ചർച്ചയില്ല. ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. തൻ്റെ ക്ഷുദ്രജീവി കുബുദ്ധി ടീമംഗത്തിനെ അൻവറിൻ്റെ കാല് നക്കാൻ വിട്ട് അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ സതീശൻ്റെ രക്ഷപ്പെടൽ തന്ത്രം കണ്ടോ? അതായത് ഞങ്ങൾ ആരും പറഞ്ഞിട്ട് പോയതല്ല, അത് തെറ്റാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അതിന് വിശദീകരണമൊന്നും ചോദിക്കില്ല. ഞാൻ അവനെ ശാസിക്കും. എൻ്റെ അനിയനെ പോലെയാണ്, ഞാൻ ശാസിക്കും. സംഘടനാപരമായ നടപടിയൊന്നും എടുക്കില്ല, അതിനെപ്പറ്റി സംഘടനാപരമായി ചോദിക്കില്ല. എന്തോന്ന് സതീശ ഇത്? ലേശമൊക്കെ ഉളുപ്പ് വേണ്ടേ? ഇതൊക്കെ പറയുമ്പോൾ ആ മാധ്യമങ്ങൾ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കില്ല എന്ന് കരുതി അതുവഴി അത് അവിടെ അവസാനിപ്പിച്ച് രക്ഷപ്പെട്ട് ഓടാനാണ് സതീശൻ്റെ ശ്രമം. ഈ ഊള മാപ്രകൾക്ക് ഒരു ചോദ്യവും അയാളോട് ചോദിക്കാനില്ല. ഇത്രയും വലിയൊരു കൃത്യവിലോപം സംഘടനാപരമായി ഒരു തീരുമാനം എടുത്തതിന് ശേഷം അത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു MLA, യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡന്റ് പോയി ഇതുപോലൊരാളുടെ കാല് നക്കാൻ അവിടെ പോയത് താൻ ചോദിക്കുകയില്ല, സംഘടനാപരമായ നടപടിയെടുക്കില്ല, സംഘടനാപരമായി ചോദിക്കില്ല. അത് ഞാൻ അവനെ ശാസിക്കും, എൻ്റെ അനിയനെ പോലെയാണെന്ന് പറയാൻ മാത്രമുള്ള കൃത്യവിലോപമാണോ അയാൾ നടപ്പാക്കിയത്? ഒരു പാർട്ടിയിൽ മറ്റൊരാൾ ഇതുപോലെ ആരും പോകരുത്, ആരും ഇതിനെപ്പറ്റി സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ആരെങ്കിലും പോവുകയാണെങ്കിൽ സതീശൻ ഏത് നിലയ്ക്കുള്ള തീരുമാനമായിരിക്കും എടുക്കുക? പാർട്ടി ഏത് നിലയ്ക്കുള്ള തീരുമാനമായിരിക്കും എടുക്കുക? സതീശൻ തന്നെ പറഞ്ഞു വിട്ടത് കൊണ്ടിട്ടാണ്, സതീശൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ്, സതീശൻ്റെ കൃത്യമായ അറിവോടുകൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡന്റ് അവിടെ പോയത്. ജനങ്ങൾക്ക് കൃത്യമായി തന്നെ സതീശൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് അവസാനത്തെ വാക്കല്ലേ. അത് ധിക്കരിച്ചുകൊണ്ട് ആര് കോൺഗ്രസിൽ നിന്ന് പോയാലും അതിന് സംഘടനാപരമായ നടപടി എടുക്കുകയല്ലേ വേണ്ടത്? എന്നിട്ട് സതീശൻ പറയുന്നത് എന്താ? ഞാൻ പിച്ചും, ഞാൻ ബാന്തും, ഞാൻ നോക്കും, ഞാനൊന്ന് വിറപ്പിക്കും, ഞാനൊന്ന് കണ്ണുരുട്ടി കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ജനങ്ങളെ ഇതൊക്കെ പറഞ്ഞാൽ ജനങ്ങളങ്ങ് വിശ്വസിച്ച് കളയും എന്ന രീതിയിൽ താങ്കൾ ചിന്തിച്ച് ഇതൊക്കെ പറയുന്നത്. ജനങ്ങളെ ഇതെല്ലാം കാണുകയും ഇതൊക്കെ കേൾക്കുകയും ഇതൊക്കെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദേശമൊക്കെ ഉളുപ്പൊക്കെ ആകാം. നാടകത്തിനൊക്കെ ഒരു ലിമിറ്റില്ലേ സതീശ?